ജിതിൻ ദേവ്, ഈ സമരത്തെ സാധാരണ സമരങ്ങളെ നേരിടുന്നത് പോലെ നേരിടാം എന്ന് വിചാരിക്കുന്നുണ്ടോ? രാജ്യത്തിന്റെ മനസാക്ഷി ഈ കുട്ടികൾക്കൊപ്പമുണ്ട്. ഇതേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരോ നിങ്ങൾക്കെതിരെയുള്ള പ്രത്യയശാസ്ത്രം പോർന്നവരോ ഒന്നുമല്ല. BJPക്ക് വോട്ട് ചെയ്യുന്നവരും ചെയ്തവരും ഒക്കെയായ ആളുകളുടെ മക്കൾ, കുടുംബക്കാർ, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ജെനുവിനാണ്. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, 20-ാം തീയതിയുടെ സമരത്തെ അടിച്ചമർത്തുകയും ചെയ്തു. ഒരു ഊരാക്കുടുക്കിലേക്ക്, അഴിക്കാൻ കഴിയാത്ത പ്രശ്നത്തിലേക്ക് നീങ്ങി കഴിഞ്ഞോ ഇതിനോടകം? ഒന്നുമില്ല അഭിലാഷ്. BJP സമരത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ്. BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറായത് അങ്ങും കണ്ടതാണ്. ശ്രീ JP നഡ്ഡയെ ആ പ്രസ്ഥാനത്തിലെ CJPയുടെ പ്രതിനിധികൾ കാണുകയും ചെയ്തു. അവർ ചില ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പാകെ വെച്ചു. അതൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനകത്ത് തൃപ്തി ഉണ്ടായില്ല. തുടർന്ന് അവർ വീണ്ടും സമരം തുടർന്നു. ഇപ്പോഴും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പല അവസരത്തിലായിട്ട്. പക്ഷേ ഈ ചർച്ച നടക്കരുതെന്നും ഈ സമരം നീണ്ടുപോകണമെന്നുള്ളതും കുറേ ആൾക്കാരുടെ അജണ്ട മാത്രമാണ്. ഞങ്ങളാരും നീറ്റിലെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലീക്കേജിനെ ന്യായീകരിക്കാനോ ആരും തയ്യാറാകുന്നില്ല. ഒരിക്കലും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ സാഹചര്യം നാം മനസ്സിലാക്കിയാൽ, അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്ത് വരുന്നതിന് മുമ്പിലുള്ള സാഹചര്യം കൂടി നാം പരിശോധിക്കാൻ തയ്യാറായാൽ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുന്നുള്ളത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കാണിക്കുന്ന പേപ്പറിൽ 2004-14 കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നത്. ഞാൻ എല്ലാം വായിക്കാൻ അങ്ങയുടെ സമയം മെനക്കെടുത്തുന്നില്ല. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി തന്നെ 2024 വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് രാജസ്ഥാൻ റീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച സമയത്ത് ഇത് ഒരു വിഷയമല്ല, രാജസ്ഥാനിലെ മാത്രം വിഷയമല്ല, ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ സമസ്യയാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കൂ, 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 ഈ രാജ്യത്ത് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ചോർച്ചയ്ക്ക് കാരണമായിട്ടുള്ളവരെ വിചാരണ ചെയ്യാൻ, ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ പോകുന്നു. ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ സമരം ചെയ്യുന്ന സംഘടനയുടെ ആവശ്യം, വിദ്യാർത്ഥികളെ കേൾക്കാൻ തയ്യാറായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായി വരുന്ന സമയത്ത് സമരം കേൾക്കുന്ന സംഘടന പറയുന്നത് നിങ്ങൾ ജന്തർ മന്ദറിലേക്ക് ചർച്ച ചെയ്യാൻ വരൂ എന്നുള്ളതാണ്. അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവിടെ BJP ഓഫീസിലേക്കല്ല ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. പോർട്ട്ഫോളിയോ ഓഫീസിലേക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ചർച്ചയാകാമല്ലോ. അത് തന്നെയാണ് ഈ രാജ്യത്തെ JP നഡ്ഡ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് നിഷ്പക്ഷ വേദിയല്ലേ? അവിടെ BJPക്കാർ എന്തെങ്കിലും തരത്തിലുള്ള മാൾ പ്രാക്ടീസിന് വരുമോ? ഒന്നുമില്ലല്ലോ. ഈ രാജ്യത്തെ മന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ വിളിക്കുന്നത്? അങ്ങനെയല്ലേ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്? PM ശ്രീയിൽ എവിടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന ചർച്ചയ്ക്ക് പോയത്? ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇതൊക്കെ ചർച്ചയാകാം, വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിക്കാം. മേലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാത്ത തരത്തിൽ വ്യവസ്ഥിതിയെ ക്ലിയർ ചെയ്തെടുക്കാം. പക്ഷേ ഈ സമരം നീട്ടിക്കൊണ്ടു പോകേണ്ടത് ചിലർ ആവശ്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നത് വെറും നാടകം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു ജൂൺ മാസം 20-ാം തീയതി നടന്ന അക്രമം. ഇന്ന് കൊച്ചിയിൽ ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നുമല്ല, SFIയുടെ പിള്ളേർ സമരം ചെയ്തു. എങ്ങനെയാണ് നേരിട്ടത് സമരത്തെ? ഇവിടുത്തെ VD സതീശന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റ് അവിടെ നേരിട്ടത് ഷെല്ലുകൾ വെച്ചിട്ടല്ലേ നേരിട്ടത്? അപ്പോ ഡൽഹിയിൽ ഇത്തരത്തിൽ വയലൻസ് ഉണ്ടാക്കുന്നവരെ നേരിടാൻ പോലീസ് ഫോഴ്സ് പ്രയോഗിച്ച സമയത്ത് കുറ്റം, കൊച്ചിയിൽ ചെയ്താൽ അത് കുറ്റമല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു കൂട്ടം, ഇത് പറയുമ്പോൾ വിഷമമുണ്ട് അഭിലാഷ്, പോകരുത്, ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഒരു സ്പെഷ്യൽ നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെയും ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ നരേന്ദ്രമോദി താഴെ ഇറങ്ങും അല്ലെങ്കിൽ നരേന്ദ്രമോദി പുറത്താക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഫേക്ക് റിയാലിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് സാധിക്കില്ല. മാറേണ്ടുന്നത് വ്യക്തികളല്ല, വ്യവസ്ഥിതകളാണ്. നരേന്ദ്രമോദി മാറണം എന്ന് സമരം ചെയ്യുന്ന ആരും അതിനു വേണ്ടിയിട്ട് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ആര് പറഞ്ഞു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അങ്ങ് പേടിച്ചാലോ നരേന്ദ്രമോദിയെ ഇറക്കാനാണ്, എന്നൊക്കെ അഭിലാഷ് ഇപ്പോഴേ അങ്ങ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ഭയക്കാതെ. വിദ്യാഭ്യാസ മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. ഒരു മിനിറ്റ് അഭിലാഷ്, ഇത്രേ ഉള്ളൂ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ്. ഒരു മിനിറ്റ് അഭിലാഷ്, ഞാൻ വേണമെങ്കിൽ
ഞാൻ വേണമെങ്കിൽ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. രാഹുൽ ഗാന്ധി നരേന്ദ്ര ഷുഡ് റിസൈൻ മോഡി എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ സമരമല്ലല്ലോ. ലൈനിലുണ്ടല്ലോ, രാഹുൽ അല്ലെങ്കിൽ ബാലഗോപാലുണ്ടല്ലോ, വിളിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് തെള്ളി പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പ്രതിപക്ഷ എംപിമാർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എവിടേക്കോ ആയിരുന്ന രാഹുൽ ഗാന്ധി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം. നിങ്ങളുടെ റിപ്പോർട്ടർ ശ്രീ ബസന്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് 12 വർഷത്തിനിടെ ആദ്യമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷമെന്ന്. രാഹുൽ ഗാന്ധിയല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയായിരുന്നു ഈ നീറ്റിൽ സമരം ചെയ്യേണ്ടത് ഏറ്റവും ക്രൂഷ്യൽ സമയത്ത്? ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? അഭിലാഷ് മോഹൻ അറിയോ? ഈ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധികൾക്ക് അറിയോ? ഇപ്പോ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ അതിന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ നോക്കുവാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എംപിമാരെ സമരത്തിന് കൊണ്ടുപോയത്? ഗാർഗയുടെ വീട്ടിലെ പിറന്നാളിന്റെ കേക്ക് കഴിക്കാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി പറ്റിച്ചേയില്ലേ? ആ വി ഡി സതീശന്റെ ഇരുത്ത കാണണമായിരുന്നു, ആ താഴെ ഇരിക്കുന്ന ഇരുത്ത പറ്റിച്ചതല്ലേ രാഹുൽ ഗാന്ധി?